ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുശ്രീ ആണെങ്കിൽ പറയുന്നുണ്ട്, അമ്മേ എനിക്കിങ്ങനെ അലോകുമായിട്ടൊരു ബന്ധമില്ല, ഞാനല്ല മേളിൽ കയറി നിന്നത്, എന്തുകൊണ്ടാണ് അലോക് ഇങ്ങോട്ട് നോക്കിയെന്നൊന്നും എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, സാരമില്ല മോളെ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ എനിക്ക് വാക്ക് തന്നതല്ലേ, നീ ഇനി അലോകുമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നീ കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നല്ലേ ഇവിടെ കൃഷ്ണമംഗലം ദേവമംഗലം തമ്മിലുള്ള വഴക്കും ബഹളമൊക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്കറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. പിന്നെ അതും പോരാഞ്ഞിട്ട് നീ പഴയ എൻ്റെ സ്വഭാവമായിരുന്നെങ്കിൽ ഇതിപ്പോൾ അറിഞ്ഞ ഉടനെ ഞാൻ അച്ഛനോട് പോയി പറയില്ലായിരുന്നോ, നിന്നെ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഞാനിത് അച്ഛനോടൊന്നും പറയാത്തത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, മോള് വിഷമിക്കല്ലേ എന്ന് പറയാം, അല്ലെങ്കിലും ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗോമതി വീണ്ടും പറയുന്നുണ്ട് മോളോട്, ഈ ചെറിയ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കിനും പല പല കൗതുകങ്ങളാണ് നമുക്ക് കാണുന്നതൊക്കെ കൗതുകമായിട്ട് തന്നെ തോന്നും, അതിലൊന്ന് തന്നെ ആരോടെങ്കിലൊക്കെ ഇഷ്ടം തോന്നുന്നത്, അത് ഈ കൗമാര പ്രായത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു നിസ്സാരമായിട്ട് ഒരു കൗതുകമായിട്ടാണ് ഇതൊക്കെ കാണുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോഴാണ് അനുമോള് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കുട്ടിക്കാലത്തും എൻ്റെ ഈ പ്രായത്തിൽ അമ്മ എങ്ങനെയായിരുന്നെന്ന്. അപ്പോൾ ഗോമതി പറയാം, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ, പിന്നെ ഈ ഒരു പ്രായം ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് ആരും ആവശ്യമില്ലാത്ത ഇതിലൊന്നും പോയി ചാടുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഇപ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, നീ എന്ത് പറഞ്ഞാലും നീ ഇപ്പോൾ അങ്ങനെ കള്ളമാണ് പറയണമെന്നൊന്നും ഞാൻ വിശ്വസിക്കണമില്ല. അങ്ങനെ ഗോമതിക്ക് ഒരു വല്ലാത്ത വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അനുമോളോട്. അനുമോക്കും ഭയങ്കര സങ്കടമാവണുണ്ട്, കാരണം കള്ളമാണ് അമ്മയോട് പറഞ്ഞ് അമ്മയെ ചതിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത് വിചാരിച്ചിട്ട്. എന്നാലും അമ്മയ്ക്ക് അലോകിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുവാണ്, ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ പറയാനുണ്ട് നമ്മുടെ മിത്രയോട്, മിത്രേ നമുക്ക് തിരുവനന്തപുരത്തൊക്കെ പോകാനുള്ളതാണ്, നീ പാക്ക് ചെയ്തൊക്കെ വെച്ചോ. പക്ഷേ മിത്രയ്ക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ, കാരണം ഇത്രയും ദൂരം, അതും ഒരു കള്ളം പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമായാൽ പിടിക്കപ്പെട്ടാൽ വീട്ടിലാകെ നാണക്കേടാവും, പിന്നെ ഇവിടെ അങ്കിളിൻ്റെ സ്വഭാവം എത്ര പെട്ടെന്നാണ് മാറുക, അതുകൊണ്ടുള്ള പേടിയാണ്. ഇത് ആര്യം പറയുന്നതൊന്നും മിത്ര ശ്രദ്ധിക്കുന്നില്ല, ആകെ ടെൻഷനാണ് കേട്ടോ. അങ്ങനെ ആര്യം വന്ന് ചോദിക്കുകയാണ്, ഞാൻ പറയണമെന്ന് നീ കേൾക്കുന്നില്ലേ മിത്രേ? കേൾക്കുന്നുണ്ട്. പിന്നെന്താ, അതല്ലെന്നേ എനിക്ക് നല്ല പേടിയുണ്ട്, നമ്മൾ ഇത്രയും ദൂരമൊക്കെ പോകുമ്പോഴത്തേക്കിനും എങ്ങനെയെങ്കിലും അങ്കിളത് കള്ളമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആര്യം? എൻ്റെ പൊന്നും മിത്രേ, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്കിപ്പോൾ ആവശ്യമാണ് വലുത് അല്ലേ, അപ്പോൾ നിൻ്റെ ആഗ്രഹം നടക്കണ്ടേ, നിനക്ക് പോലീസുകാരി ആവണ്ടേ, അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് എഴുതാൻ പോകണ്ടേ, അതാദ്യം മുന്നിൽ കാണുക. പിന്നെ വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിൽക്കുവാണെങ്കിൽ അങ്ങനെ, അതല്ല നമുക്ക് വേണ്ടി ജീവിക്കാൻ നിൽക്കുവാണെങ്കിൽ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. നീ എന്തിനാ പേടിക്കണേ, നിന്നൊപ്പം ഞാനില്ലേ, ഒന്നുകൊണ്ട് പേടിക്കണ്ട മിത്രേ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. അവസാനം ഈ ആര്യൻ്റെ ഈ ഒരു കോൺഫിഡൻസും ഈ ഒരു വർത്തമാനവും ഒക്കെ കേൾക്കുമ്പോൾ മിത്ര വീണ്ടും വീണ്ടും തൻ്റെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പറയാനുണ്ട് നമ്മുടെ ആര്യനോട്, മിത്ര, ആര്യ, നിൻ്റെ ഈ ഒരു മോട്ടിവേഷനും ഈ ഒരു ധൈര്യമൊക്കെ കാണുമ്പോഴേ എനിക്കങ്ങ് ഇതിൽ നിന്ന് പിന്മാറാൻ തോന്നണേ ഇല്ല. എനിക്ക് പോലീസ് ആവണമെന്നും ഒരു പോലീസുകാരി ആവണമെന്നുള്ള ആഗ്രഹം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണീക്ക്, പാക്ക് ചെയ്തൊക്കെ റെഡിയാവുക, നമുക്കിനി താമസിക്കാനൊന്നും പറ്റത്തില്ല, പെട്ടെന്നാവട്ടെ. അങ്ങനെ ആര്യനൊരു നല്ല മോട്ടിവേഷനൊക്കെ മിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. മിത്ര വീണ്ടും ആത്മവിശ്വാസത്തോടെ ഉയർത്തെഴുന്നേൽക്കാണ് കേട്ടോ. ബാലനാണെങ്കിൽ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ റെഡിയായി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോമതി അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഈശ്വര, ഇനി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാലേട്ടനോട് പറയണോ? പറയാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക? ഇനി പറഞ്ഞാൽ എന്താവും? എന്തെങ്കിലും ഒരു നമ്പർ ഇട്ട് നോക്കാം, മനസ്സിലിരിപ്പ് അറിയാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ ബാലൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം, ഗോമതി എന്തിയേ താക്കോലും ബാഗും ഒക്കെ? എല്ലാം എടുത്തു തരാൻ ബാലേട്ടാന്ന് പറഞ്ഞ് നേരെ പൂജാമുറി തുറന്ന് അതിനകത്തുനിന്ന് എല്ലാം എടുത്ത് കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ബാലൻ പറഞ്ഞിട്ട്, ഗോമതി ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെന്ന് വരത്തില്ല കേട്ടോ, ചിലപ്പോൾ എനിക്ക് ചില കാശുകളൊക്കെ കിട്ടാനുണ്ട്, കല്യാണ പാർട്ടിക്കൊക്കെ മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പല ആൾക്കാരും സാധനങ്ങൾ, ഇതൊക്കെ വാങ്ങാൻ എനിക്ക് പോകണം. അപ്പോൾ ഗോമതി, അങ്ങനെ ബാലേട്ടൻ പോയാൽ പൈസ കിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അവരെന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയും, ബാലേട്ടൻ പറയും നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അപ്പം തന്നാൽ മതിയെന്ന്. അതിനേക്കാളും നല്ലത് ധർമ്മനെ പറഞ്ഞു വിടുന്നതാണ്. ധർമ്മനാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് അവൻ ഉള്ളതെങ്കിലും വാങ്ങിച്ചിട്ട് വരും. അത് ഗോമതി നീ പറഞ്ഞത് ശരി തന്നെ കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ രാവിലെ തന്നെ ഗോമതി ഒരു സ്വപ്നം കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടുവെന്നും ചിലപ്പോൾ അത് നടക്കുമെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഗോമതി എടുത്ത് ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ കണ്ട സ്വപ്നം, നടക്കുമെന്ന് അറിയട്ടെ. അത് ബാലേട്ടാ, പിന്നെ കൃഷ്ണമംഗലത്തെ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിലാക്കി എന്നുള്ള രീതിയിലുള്ള സ്വപ്നമാണ് ഞാൻ കണ്ടതെന്ന് പറയാം. അപ്പോൾ ബാലനൊന്ന് ചിരിക്കുക.
നന്നായി. എന്താ ബാലേട്ടൻ ചിരിച്ചത്? ബാലേട്ടന് സന്തോഷമാണോ എൻ്റെ പേരിൽ അതൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ? ആ, വെളുപ്പാങ്കലം കണ്ട സ്വപ്നമല്ലേ, ചിലപ്പം നടക്കുമായിരിക്കും, നടന്നു കിട്ടിയ ഭാഗ്യമെന്ന് ബാലൻ പറയാട്ടോ. അപ്പോൾ ഗോമതി അന്തം വിട്ടു പോകട്ടോ. അതെന്താ ബാലേട്ടൻ അങ്ങനെ പറഞ്ഞു? ബാലേട്ടൻ ഇത്ര സന്തോഷമാണോ എനിക്ക് അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ? പിന്നല്ലാണ്ട് അതെല്ലാം കൂടെ നമ്മളെ കയ്യിൽ വന്നിട്ട് വേണം. നിൻ്റെ 2 ആങ്ങളമാരില്ലേ, അവനോടൊക്കെ എനിക്ക് പകരം ചോദിക്കാനായിട്ട്. എന്നിട്ടേ അവിടുത്തെ 2 എണ്ണത്തിനെ ആട്ടിച്ചാവട്ടി പുറത്താക്കണമെന്ന് പറയാം. അത്രയ്ക്ക് പകയും കൊണ്ടാണ് ഞാൻ നടക്കണത് എന്ന് ബാലൻ പറയാട്ടോ. ഗോമതി ആകെ അന്തം വിട്ടു. ഈശ്വരാ, അപ്പോൾ യഥാർത്ഥത്തിലാണെങ്കിൽ നടന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കില്ലേ? പിന്നെ സ്വപ്നമാണെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെയാണ് ബാലേട്ടൻ പ്രതികരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സത്യാവസ്ഥ പറയണ്ട. അങ്ങനെ ബാലൻ പറയാം, നിൻ്റെ സ്വപ്നമൊക്കെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഞാൻ പോവാന്നും പറഞ്ഞ് ബാലനങ്ങോട്ട് പോവാട്ടോ. അപ്പോഴാണ് ഗോമതി വീണ്ടും ആലോചിക്കുന്നത്, വേണ്ട, സത്യം തുറന്ന് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാലേട്ടൻ പറയും പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലൊരു പ്രശ്നമാവും, സഹോദരങ്ങൾ തങ്ങൾ വീണ്ടും അകൽച്ച ഉണ്ടാവുകയുള്ളൂ. എന്തിന് വെറുതെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ സ്വത്തുകളെല്ലാം തൻ്റെ പേരിലാണെന്നുള്ള സത്യമൊന്നും ബാലനോട് തുറന്നു പറയാതെ ഒരു സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ കൂടെ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗോമതി. അത് കഴിഞ്ഞ് നമ്മുടെ ദേവി ജോലിക്ക് കൊണ്ടാക്കിയിട്ടുണ്ട് ആനന്ദ്. അപ്പോൾ അത് ആ IT ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങ്. പക്ഷേ ദേവി, ഇവിടെ അതിനകത്തുള്ള സ്റ്റാഫുകളും നിൻ്റെ പുതിയ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന് ചോദിക്കാട്ടോ. ദേവി ആകെ പെട്ടുപോയി. ഇല്ല, ഒന്നും വേണ്ട, ഇപ്പം ഞാൻ വന്നതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് 2-3 ദിവസമൊക്കെ കഴിയട്ടെ അനന്തേട്ടാന്ന് പറയാം. എന്താ ദേവി, നിനക്കെന്തോ ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ? പിന്നെ ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാനുള്ള ഗെറ്റപ്പും പവറും ഒന്നും എനിക്കില്ലല്ലോ. എന്നെപ്പോലെ ഒരാളെ പരിചയപ്പെടുത്താൻ നിനക്ക് വലിയ വിഷമമായിരിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേവിക്ക് അത് കേൾക്കുമ്പോൾ വിഷമമാവുകയും മനസ്സിൽ സങ്കടം വന്ന് കരയണം കേട്ടോ. കണ്ണ് നിറഞ്ഞു പോവുക. അയ്യോ ദേവി, നീ എന്തിനാ കരയണത്? അപ്പോൾ ദേവി മനസ്സിലാലോചിക്കണം, ദൈവമേ, ഇതുപോലൊരു നല്ല മനുഷ്യൻ, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ ഏതോ ഒരു മുൻജന്മത്തിൽ ചെയ്ത ഒരു സുഹൃത്തത്തിൻ്റെ പേരിലായിരിക്കും ദൈവം എനിക്ക് തന്നത്. എന്നിട്ട് ആ മനുഷ്യൻ സ്വയം പറയുന്നു അദ്ദേഹം മോശമാണെന്ന്. അങ്ങനെയല്ല അനന്തേട്ടാ, നിങ്ങൾ എൻ്റെ ദൈവമാണ്, എനിക്ക് എൻ്റെ ഭാഗ്യമാണ് നിങ്ങൾ. പക്ഷെ അതെനിക്ക് എങ്ങനെയാണ് ഇതെങ്ങനെ പറയാൻ പറ്റുക? അത്രയേ ഉള്ളൂ. ഞാനാ നിങ്ങളെ ചതിക്കുന്നത്, വഞ്ചിക്കുന്നത് എന്ന് സ്വയം പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആനന്ദ് ചോദിക്കണം, നീ എന്തിനാ ദേവി കണ്ണ് നിറയണത്? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അങ്ങനെയൊന്നും അല്ല എന്നെക്കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് എന്നാണോ നിൻ്റെ കൂടെ വർക്ക് ചെയ്യണവരെ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ തോന്നുന്നത് അന്ന് മാത്രം നീ പരിചയപ്പെടുത്തി തന്നാൽ മതി, ഞാനിനി നിർബന്ധിക്കില്ല കേട്ടോ എന്ന് പറയാം. അങ്ങനെ അവിടെ വിട്ടിട്ട് ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴും ആ ഓഫീസിലെ സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. സെക്യൂരിറ്റി വിചാരിക്കുകയാണ്, ഇതേതാ ഇവിടെ പുതിയ സ്റ്റാഫോ, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ ഈ കൊച്ചിനെ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ദേവിയും വിചാരിക്കുന്നു, ഈശ്വര, സെക്യൂരിറ്റിക്കാരൻ ഇപ്പം എന്നെ പിടിക്കുമല്ലോ, ഞാൻ ആരാ എന്താന്നൊക്കെ ചോദിക്കുമല്ലോ, എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നേരെ അടുത്തേക്ക് ചെല്ലാട്ടോ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്